ഹലോ ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമുക്ക് ലോക ചരിത്രത്തിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കാം. ഓക്കെ, പ്യൂരിറ്റൻ വിപ്ലവം എന്ന് വിശേഷിക്കപ്പെടുന്നത് ഏതാണെന്ന്? ഇംഗ്ലീഷ് വിപ്ലവത്തിനെയാണ് പ്യൂരിറ്റൻ വിപ്ലവം എന്ന് വിശേഷിക്കപ്പെടുന്നത്. ബിഷപ്പില്ലെങ്കിൽ രാജാവുമില്ല എന്ന് അഭിപ്രായപ്പെട്ട ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജെയിംസ് ഒന്നാമനായിരുന്നു. എന്താ പറഞ്ഞത്? ബിഷപ്പില്ല എന്നുണ്ടെങ്കിൽ രാജാവുമില്ല എന്ന്. നെക്സ്റ്റ്, ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന വേർട്ട് രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനായിരുന്നു. ആഭ്യന്തര യുദ്ധം നടക്കുമ്പോൾ ഇംഗ്ലണ്ട് ഭരിച്ചിരുന്ന വേർട്ട് രാജാവായിരുന്നു ചാൾസ് ഒന്നാമൻ. 1628 പെറ്റീഷൻ റൈറ്റിൽ ഒപ്പുവെച്ച് ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനായിരുന്നു. ലോങ് പാർലമെന്റ് എന്ന പ്രയോഗം ഇംഗ്ലണ്ടിൽ എന്തുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആഭ്യന്തര യുദ്ധത്തിനെയാണ് ലോങ് പാർലമെന്റ് എന്നുള്ളത്. ആ ടേമുമായിട്ട് കണക്റ്റഡ് ആണ്. ഓക്കെ, നെക്സ്റ്റ്, ഇംഗ്ലണ്ടിലെ ചാൾസ് ഒന്നാമൻ രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായിട്ട് ഇംഗ്ലണ്ടിൽ ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത് ഏത് വർഷമാണ്? 1642 ആഭ്യന്തര കലാപം ആരംഭിക്കുന്നത്. ചാൾസ് ഒന്നാമൻ രാജാവും പാർലമെന്റും തമ്മിലുള്ള തർക്കത്തിന്റെ ഫലമായിട്ടാണ് അങ്ങനെ ഒരു ആഭ്യന്തര കലാപം ഇംഗ്ലണ്ടിൽ ആരംഭിച്ചത്. ഏത് വർഷമാണ്? 1642. നെക്സ്റ്റ്, ഇംഗ്ലണ്ടിലെ ആഭ്യന്തര വിപ്ലവത്തിനെ തുടർന്ന് 1949 ശിരച്ഛേദം ചെയ്യപ്പെട്ട ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ചാൾസ് ഒന്നാമനാണ്. അങ്ങനെ ഈ ആഭ്യന്തര വിപ്ലവം ഉണ്ടായെന്ന് നമ്മൾ പറഞ്ഞു. അതിൻ്റെ ഫലമായിട്ട് 1949 ശിരച്ഛേദം, അതായത് തല ഛേദിക്കപ്പെട്ടു. ആരായിരുന്നു? ചാൾസ് ഒന്നാമൻ്റെ. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര യുദ്ധത്തിൻ്റെ ഫലമായി പാർലമെൻറ്റിനെ സഹായിക്കുന്നതിനായിട്ട് ന്യൂ മോഡൽ ആർമി രൂപീകരിച്ച വ്യക്തിയായിരുന്നു ഒളിവർ ക്യാമ്പൽ. പാർലമെൻറ്റിനെ സഹായിക്കാനായിട്ട് ന്യൂ മോഡൽ ആർമി രൂപീകരിച്ചത് ഒളിവർ ക്യാമ്പലായിരുന്നു. ഇംഗ്ലണ്ടിലെ ആഭ്യന്തര കലാപത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ കോമൺവെൽത്ത് എന്ന പേരിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചതാരായിരുന്നു? അതും ഒളിവർ ക്യാമ്പൽ തന്നെയാണ്. ന്യൂ മോഡൽ ആർമി രൂപീകരിച്ചതും കോമൺവെൽത്ത് എന്നുള്ള പേരിൽ ഒരു റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിച്ചതും ആരായിരുന്നു? ഒളിവർ ക്യാമ്പൽ. എവിടെയാണ് സ്ഥാപിച്ചത്? ഇംഗ്ലണ്ടിൽ. ഏത് ടൈമിലായിരുന്നു? ആഭ്യന്തര കലാപത്തെ തുടർന്നാണ് ഒളിവർ ക്യാമ്പൽ ഈ ആർമി രൂപീകരിക്കുകയും റിപ്പബ്ലിക്കൻ ഭരണം സ്ഥാപിക്കുകയും ചെയ്തത്. ഇനി 1653 ഇംഗ്ലണ്ടിൽ പ്രൊട്ടക്ടറേറ്റ് എന്ന പേരിൽ പുതിയ ഭരണ സംവിധാനം കൊണ്ടുവരികയും ലോർഡ് പ്രൊട്ടക്ടർ എന്ന നിലയിൽ ഭരിക്കുകയും ചെയ്തതാരായിരുന്നു? ഒളിവർ ക്രോംവെല്ലായിരുന്നു അങ്ങനെ ചെയ്തത്. അടുത്തത്, അന്യായമായ തടങ്കലിനെതിരെ സംരക്ഷണം നൽകുന്ന ഹേബിയസ് കോർപ്പസ് നിയമം ഇംഗ്ലണ്ടിൽ പാസ്സാക്കപ്പെട്ടത് ഏത് രാജാവിൻ്റെ കാലത്താണ്? അതായത് ഒരു കാരണവുമില്ലാണ്ട് തടങ്കലിൽ വയ്ക്കില്ലേ, അതിൽ നിന്ന് സംരക്ഷിക്കാനായിട്ടാണ് ഹേബിയസ് കോർപ്പസ് എന്നുള്ള നിയമം ഇംഗ്ലണ്ടിൽ വന്നത്. അത് ചാൾസ് രണ്ടാമൻ്റെ കാലഘട്ടത്തിലാണ് വന്നത്. ഇംഗ്ലണ്ടിലെ മഹത്തായ രക്തരഹിത വിപ്ലവം, ചോര ചിന്തപ്പെടാത്ത വിപ്ലവം 1688 ഇനി 1688 ഇംഗ്ലണ്ടിലെ മഹത്തായ രക്തരഹിത വിപ്ലവ സമയത്ത് ഫ്രാൻസിലേക്ക് പലായനം ചെയ്ത ഇംഗ്ലണ്ടിലെ രാജാവായിരുന്നു ജെയിംസ് രണ്ടാമൻ. ഇംഗ്ലണ്ടിൽ നിയന്ത്രിതമായിട്ടുള്ള രാജവാഴ്ച അല്ലെങ്കിൽ പാർലമെൻ്ററി രാജവാഴ്ച സാധ്യമാക്കിയ നിയമമായിരുന്നു 1689 ബിൽ ഓഫ് റൈറ്റ്സ്. ഓക്കെ, നിയന്ത്രിതമായിട്ടുള്ള രാജവാഴ്ച, മുഴുവൻ രാജാവിൻ്റെ ഇഷ്ടത്തിനല്ല, അതിൽ നിയന്ത്രണങ്ങളുണ്ട്. പാർലമെൻ്ററി രാജവാഴ്ച എന്നാണ് പറയുന്നത്. അത് ബിൽ ഓഫ് റൈറ്റ്സ്, അത് സാധ്യമാക്കിയ നിയമം ബിൽ ഓഫ് റൈറ്റ്സ് എന്നുള്ള നിയമമാണ് 1689. അടുത്തത്, സഫ്രാഗറ്റ് പ്രസ്ഥാനം ഏത് രാജ്യത്തിലെ വനിതകളുടെ വോട്ടവകാശത്തിനായി രൂപം കൊണ്ട ഫെമിനിസ്റ്റ് പ്രസ്ഥാനമാണെന്ന്? ഇംഗ്ലണ്ടിൽ ആദ്യം അവർക്ക് വോട്ടവകാശം ഉണ്ടായിരുന്നില്ല. പിന്നീട് ഈ ഫെമിനിസ്റ്റ് പ്രസ്ഥാനം, നമ്മുടെ ഈ സഫ്രേജ് പ്രസ്ഥാനം വനിതകളുടെ വോട്ടവകാശത്തിന് വേണ്ടിയിട്ട് രൂപം കൊണ്ടു. എവിടെയുള്ള വനിതകളുടെ? ഇംഗ്ലണ്ടിലെ വനിതകളുടെ വോട്ടവകാശത്തിനായിട്ട്. നെക്സ്റ്റ്, 1492 അമേരിക്ക കണ്ടെത്തിയ നാവികനായിരുന്നു കൊളംബസ്. അത് നമ്മൾ ചെറിയ ക്ലാസ്സിലെ തൊട്ട് പഠിക്കുന്നതാണ് അല്ലേ? ഓക്കെ, ഇനി 1492 കൊളംബസ് അമേരിക്കയിലെത്തിയത് ഏത് രാജ്യത്തെ ഭരണാധികാരിയുടെ നാവികനായിട്ടാണെന്ന്? ആരുടെ നാവികനായിട്ടായിരുന്നു? സ്പെയിനിലെ ഭരണാധികാരിയുടെ നാവികനായിട്ടാണ് കൊളംബസ് അമേരിക്കയിലെത്തിയത്. ഇനി സാന്റാ മറിയ, ചൈന, പിൻറ്റ എന്നീ കപ്പൽ വ്യൂഹങ്ങൾ ഏത് നാവികനുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൊളംബസുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു.
നെക്സ്റ്റ്, ഇംഗ്ലണ്ടിലെ ജെയിംസ് ഒന്നാമൻ്റെ മതപീഡനങ്ങളെ തുടർന്ന് വടക്കേ അമേരിക്കയിൽ കുടിയേറി ആദ്യമായിട്ട് കോളനികൾ സ്ഥാപിച്ച ഇംഗ്ലീഷുകാരെ പറയുന്ന പേരാണ് തീർത്ഥാടക പിതാക്കൾ. ജെയിംസ് ഒന്നാമൻ്റെ മതത്തിൻ്റെ പേരിലുള്ള പീഡനങ്ങൾ കാരണം കുറേ പേരെന്താണ് ഇംഗ്ലണ്ടിൽ നിന്നും വടക്കേ അമേരിക്കയിലേക്ക് കുടിയേറി പാർത്തു. എന്നിട്ട് അവരവിടെ കോളനികൾ സ്ഥാപിച്ചു. അങ്ങനെ സ്ഥാപിച്ച ഇംഗ്ലീഷുകാരെയാണ് തീർത്ഥാടക പിതാക്കൾ എന്ന് അറിയപ്പെടുന്നത്. തീർത്ഥാടക പിതാക്കൾ വടക്കേ അമേരിക്കയിലേക്ക് വന്ന കപ്പലായിരുന്നു മേഫ്ലവർ. ഓക്കെ, അവർ ഇംഗ്ലണ്ടിൽ നിന്ന് പലായനം ചെയ്തു എന്ന് പറഞ്ഞു അല്ലേ, മതപീഡനം കാരണം. അങ്ങനെ അവർ അമേരിക്കയിലേക്ക് പോയത് മേഫ്ലവർ എന്നുള്ള കപ്പലിലായിരുന്നു. ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കയിൽ കോളനികൾ നടപ്പിലാക്കിയ വാണിജ്യ നയം. കോളനികളിൽ എന്ത് വാണിജ്യ നയമാണ് അവർ നടപ്പിലാക്കിയത്? ഇംഗ്ലീഷുകാർ മെർക്കൻറ്റലിസം എന്നുള്ള നയമാണ് ഇംഗ്ലീഷുകാർ വടക്കേ അമേരിക്കൻ കോളനികളിൽ നടപ്പിലാക്കിയ നയം. 1756 തൊട്ട് 1763 വരെയുള്ള കാലഘട്ടത്തിൽ നടന്ന സപ്തവത്സര യുദ്ധം ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലായിരുന്നു? ഇംഗ്ലണ്ടും ഫ്രാൻസും തമ്മിലായിരുന്നു. നെക്സ്റ്റ്, മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൽ നിന്ന് നേരിടേണ്ടി വന്ന ചൂഷണങ്ങൾക്കെതിരായി അമേരിക്കൻ കോളനികളുടെ പോരാട്ടത്തിന് പ്രധാന പിന്തുണ നൽകിയത് ഏത് രാജ്യമായിരുന്നു? ഫ്രാൻസ് ആയിരുന്നു. നാവിഗേഷൻ ആക്ട്, ഷുഗർ ആക്ട്, സ്റ്റാമ്പ് ആക്ട് ഇങ്ങനെയുള്ള നിയമങ്ങൾ ഏത് വിപ്ലവവുമായി ബന്ധപ്പെട്ടതാണ്? അമേരിക്കൻ വിപ്ലവമാണ്. പ്രാതിനിധ്യമില്ലാത്ത നികുതിയില്ല എന്നുള്ള മുദ്രാവാക്യവും അമേരിക്കൻ വിപ്ലവ സമയത്തിലാണ് വന്നത്. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്ന മുദ്രാവാക്യത്തിൻ്റെ ഉപജ്ഞാതാവ് ആരായിരുന്നു എന്നാണ് ചോദ്യം. അത് ഏത് ടൈമിൽ വന്നു എന്നാണ് അവർ എഴുതിയേക്കുന്നത്? അമേരിക്കൻ വിപ്ലവത്തിൻ്റെ ടൈമിലായിരുന്നു. ഇനി അമേരിക്കൻ രാജ്യസ്നേഹികളുടെ ആദ്യ സംഘം എന്ന് കരുതാവുന്നത് ഏതായിരുന്നു? സൺസ് ആണ്. അമേരിക്കൻ രാജ്യസ്നേഹികളുടെ സംഘമാണ് സൺസ്. ഇനി സൺസ് ഓഫ് ലിബർട്ടി ഈ സംഘടനയുടെ സംഘാടകനായിരുന്നു സാമുവൽ ആഡംസ്. അമേരിക്കയിലെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവായിട്ട് കണക്കാക്കപ്പെടുന്നത് നമ്മുടെ സാമുവൽ ആഡംസിന് തന്നെയാണ്. അതായത് അമേരിക്കൻ രാജ്യസ്നേഹികളുടെ ആദ്യ സംഘം എന്നറിയപ്പെടുന്ന സൺസ് ഓഫ് ലിബർട്ടി സംഘടന സ്ഥാപിച്ചത് സാമുവൽ ആഡംസ് തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവായിട്ടും ഈ സാമുവൽ ആഡംസിനെ തന്നെയാണ് കണക്കാക്കുന്നത്. അടുത്തത്, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പ്രസിദ്ധമായ ബോസ്റ്റൺ ഏതായിരുന്നു? 1773 ഡിസംബർ 16. ഇംഗ്ലണ്ടിലെ ചൂഷണ നയങ്ങൾക്കെതിരെ പ്രതികരിക്കാനായിട്ട് അമേരിക്കയിലെ കോളനികളിലെ പ്രതിനിധികൾ ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് 1774 സംഘടിപ്പിച്ചത് ഫിലാഡൽഫിയയിൽ വെച്ചിട്ടാണ്. ഈ നമ്മുടെ ജോർജ് വാഷിങ്ടണിനെ ഈ കോണ്ടിനെൻ്റൽ സൈന്യത്തിൻ്റെ തലവനായിട്ട് തെരഞ്ഞെടുത്തത് 1775 രണ്ടാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സംഘടിപ്പിക്കപ്പെട്ടാൽ അത് എവിടെയായിരിക്കുന്നത്? ഫിലാഡൽഫിയ തന്നെയാണ്. അപ്പോൾ ഓക്കെ, അത് ഒരു ഇതുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇത്രയും ഓർത്ത് വെച്ചാൽ മതി. ഇംഗ്ലണ്ടിലെ ചൂഷണ നയത്തിനെതിരെ പ്രതികരിക്കാനായിട്ട് അമേരിക്കയിലെ കോളനികളിലെ പ്രതിനിധികൾ കൂടിയിട്ട് ഒന്നാം കോണ്ടിനെൻ്റൽ കോൺഗ്രസ് സ്ഥാപിച്ചത് 1774 അത് എവിടെയായിരുന്നു? ഫിലാഡൽഫിയയിലായിരുന്നു എന്നുള്ളത് ഓർത്തു വയ്ക്കുക. ഇത് സ്കിപ്പ് ചെയ്തോളൂ, അതിലൊരു ക്വസ്റ്റ്യനിലൊരു എററുണ്ട്. അടുത്തത്, അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ലോകപ്രശസ്തമായ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഏത് വർഷമാണ്? 1776 ജൂലൈ 4 എല്ലാ മനുഷ്യരും തുല്യമായി സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തുടങ്ങുന്ന പ്രസിദ്ധമായ പ്രഖ്യാപനമാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അതായത് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ അവർ അതിൽ സ്റ്റാർട്ട് ചെയ്ത സെൻറ്റൻസാണ് എല്ലാ മനുഷ്യരും തുല്യരായിട്ടാണ് സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, അപ്പോൾ ആരെയും ചൂഷണം ചെയ്യാൻ ആർക്കും അധികാരമില്ല എന്ന് തുടങ്ങുന്ന വരികളാണ്. അപ്പോൾ അത് ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. അടുത്തത് 1776 ജൂലൈ 4 അമേരിക്കൻ സ്വാതന്ത്ര്യം തയ്യാറാക്കിയത് അത് തോമസ് ജെഫേഴ്സൺ ആയിരുന്നു. അമേരിക്കയിൽ ഇംഗ്ലണ്ട് യുദ്ധം അവസാനിപ്പിക്കുന്നതിന് കാരണമായത് 1951 യുദ്ധം തോറ്റപ്പോഴാണ് അമേരിക്കയിൽ ഇംഗ്ലണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായിട്ട് കാരണമായത്. അങ്ങനെ ഈ ഒരു യുദ്ധത്തിൽ കീഴടങ്ങിയ ബ്രിട്ടീഷ് ജനറലിൻ്റെ പേരായിരുന്നു ജനറൽ കോൺവാലിസ്.
അടുത്തത് 1783 ഔപചാരികമായിട്ട് യുദ്ധവിരാമം കുറിച്ചുകൊണ്ട് 13 അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യം ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അതായത് ഔപചാരികമായിട്ട് യുദ്ധം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ട് 13 അമേരിക്കൻ കോളനികൾ ഉണ്ടായിരുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കോളനികളുടെ കാര്യം. അങ്ങനെ 13 അമേരിക്കൻ കോളനികളുടെയും സ്വാതന്ത്ര്യം അവർക്കൊക്കെ സ്വാതന്ത്ര്യം നൽകിയെന്ന് ഇംഗ്ലണ്ട് അംഗീകരിച്ച ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി. അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നടക്കുമ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവ് ആരായിരുന്നു? ജോർജ് III. ഓക്കെ, 14 ജോർജ് മൂന്നാമൻ എന്നാണ്. പിന്നെ അമേരിക്ക സ്വാതന്ത്ര്യം നേടുമ്പോൾ ഫ്രഞ്ച് ചക്രവർത്തി ആയിരുന്നത് ലൂയി 16 10 പിന്നെ 5 1 6 അല്ലേ? അപ്പോൾ 16 ലൂയി 16. അടുത്തത് 1787 അമേരിക്കൻ ഭരണഘടനാ സമ്മേളനം വിളിച്ചു ചേർക്കപ്പെട്ടത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. അമേരിക്കൻ ഭരണഘടനയിലെ അഭിപ്രായ സ്വാതന്ത്ര്യം, മതസ്വാതന്ത്ര്യം, ഇങ്ങനെ വ്യക്തികളുടെ അടിസ്ഥാന അവകാശങ്ങളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഭേദഗതി ഏതാണ്? ബിൽ ഓഫ് റൈറ്റ്സ് ആണ്. അതായത് നമ്മുടെ ഭരണഘടന പോലെ തന്നെ അമേരിക്കൻ ഭരണഘടനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട് ജനങ്ങൾക്ക്, മതസ്വാതന്ത്ര്യമുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളുടെ അവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഭേദഗതിനെ പറയുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ് അവകാശങ്ങൾ അല്ലേ? അടുത്തത് അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിന് ആവേശമേകിയ സാമാന്യ ബുദ്ധി, അതായത് കോമൺ സെൻസ് എന്ന ലഘുരേഖ പ്രസിദ്ധീകരിച്ചത് തോമസ് പെയിൻ ആയിരുന്നു. ഇദ്ദേഹം തന്നെയാണ് മനുഷ്യാവകാശങ്ങൾ എന്നുള്ള ലഘുഗ്രന്ഥങ്ങൾ എഴുതിയതും. മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാനായിട്ട് ഒരു ഗവൺമെൻറ്റിനും അവകാശമില്ല. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തെ അനുകൂലിച്ച് ഇങ്ങനെ പറഞ്ഞ ആളായിരുന്നു ജോൺ ലോക്ക് എന്ന് പറയുന്നത് ആള്. ഇനി യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു, പക്ഷേ അത് ജനങ്ങളുടെ മനസ്സിലായിരുന്നു എന്ന് അമേരിക്കൻ വിപ്ലവവുമായി ബന്ധപ്പെട്ട് പറഞ്ഞ ആളാണ് ആര്? ജോൺ ആഡംസ്. നേരത്തെ നമ്മൾ പറഞ്ഞത് സാമുവൽ ആഡംസ് ആണ് കേട്ടോ, തെറ്റരുത്. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പിതാവ് സാമുവൽ ആഡംസ് ആയിരുന്നു. ഇത് ജോൺ ആഡംസ് ആണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് വിപ്ലവം തുടങ്ങി അത് മനുഷ്യരുടെ മനസ്സിലാണെന്ന് പറഞ്ഞത് ജോൺ ആഡംസ് ആണ്. നെക്സ്റ്റ് 1789 ഏപ്രിൽ 3 അമേരിക്കയുടെ ആദ്യ പ്രസിഡൻ്റായിട്ട് അധികാരമേറ്റതാരായിരുന്നു? ജോർജ് വാഷിങ്ടൺ ആയിരുന്നു. USA ദേശീയ പിതാവാരായിരുന്നു? ജോർജ് വാഷിങ്ടൺ. അമേരിക്കയുടെ ആദ്യ വൈസ് പ്രസിഡൻറ്റും രണ്ടാമത്തെ പ്രസിഡൻറ്റും ആരാണ്? ജോൺ ആഡംസ് ആണ്. ഓക്കെ, നമ്മൾ നേരത്തെ പറഞ്ഞ ജോൺ ആഡംസ് ആണ്. ജെയിംസ് മാഡിസൺ ആണ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ്. ഓക്കെ, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് ഓർമ്മയില്ലേ? BR അംബേദ്കർ ആണ്. അതുപോലെ അമേരിക്കൻ ഭരണഘടനയുടെ പിതാവായിരുന്നു ജെയിംസ് മാഡിസൺ. അടുത്തത് അമേരിക്കയുടെ 16ാമത്തെ പ്രസിഡന്റ് ആരായിരുന്നു? അബ്രഹാം ലിങ്കൺ ആയിരുന്നു. വിറകുവെട്ടുകാരൻ്റെ മകനായിട്ടും പിന്നീട് പോസ്റ്റ് മാസ്റ്ററായിട്ടും വക്കീലായിട്ടൊക്കെ അദ്ദേഹം ജോലി ചെയ്തിട്ടുണ്ട്. എന്നിട്ടാണ് അദ്ദേഹം അമേരിക്കയിലെ പ്രസിഡന്റ് പദവിയിലെത്തിയത്. അപ്പോൾ ആരായിരുന്നു 16ാമത്തെ പ്രസിഡന്റ് ആയത്? ഒക്കെ ആരായിരുന്നു? അബ്രഹാം ലിങ്കൺ ആണ് അല്ലേ? ജനങ്ങൾ തന്നെ ജനങ്ങൾക്ക് വേണ്ടി ഭരിക്കുന്നതാണ് ജനാധിപത്യം എന്ന അബ്രഹാം ലിങ്കന്റെ പ്രസിദ്ധമായ പ്രസംഗം നടന്നത് എവിടെ വെച്ചിട്ടാണെന്ന്? എവിടെയായിരുന്നു? ഗെറ്റിസ്ബർഗിൽ വെച്ചിട്ടായിരുന്നു. അമേരിക്കയിൽ അബ്രഹാം ലിങ്കൺ അടിമത്തം അവസാനിപ്പിച്ചത് ഏത് വർഷമാണ്? 1863 അബ്രഹാം ലിങ്കൺ 1865 അദ്ദേഹം വെടിയേറ്റ് മരിച്ചത്. ഓക്കെ, അടിമത്തം അവസാനിപ്പിച്ച് 2 വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം വെടിയേറ്റ് മരിക്കുകയാണ് ചെയ്തത്. ന്യൂയോർക്കിലെ സ്റ്റാച്യു ഓഫ് ലിബർട്ടി പ്രതിമ അമേരിക്കയ്ക്ക് സമ്മാനമായിട്ട് നൽകിയത് ആരായിരുന്നു? ഫ്രാൻസ് ആണ്. ഇനി ഡയമണ്ട് നെക്ലസ് ആരോപണം ഏത് വിപ്ലവമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന്? ഫ്രഞ്ച് വിപ്ലവമായിട്ടാണ് ഡയമണ്ട് നെക്ലസ് ആരോപണം ബന്ധപ്പെട്ടിരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവ സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്നത് ബൂർബനാണ്. ഞാനാണ് രാഷ്ട്രമെന്ന് പ്രഖ്യാപിച്ച ബോർബൻ ഭരണാധികാരിയായിരുന്നു ലൂയി 14. എനിക്ക് ശേഷം പ്രളയം ആണെന്ന് പ്രഖ്യാപിച്ച ഫ്രഞ്ച് ഭരണാധികാരിയായിരുന്നു ലൂയി 15. ഫ്രാൻസിലെ കുപ്രസിദ്ധ റാണി മേരി അമാനത്ത് ഏത് ഭരണാധികാരിയുടെ ബന്ധുവായിരുന്നു? ലൂയി 16. നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിലോ കേക്ക് തിന്നുകൂടെ? നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കേക്ക് തിന്നുകൂടെ എന്ന് ഭക്ഷണം ആവശ്യപ്പെട്ട ജനതയോട് പറഞ്ഞത് ആരാണ്? അതായത് ഭക്ഷണം ചോദിച്ച ജനതയോട് നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ നിങ്ങൾക്ക് കേക്ക് തിന്നൂടെ എന്ന് പറഞ്ഞ
ഇത് ആരാണ്? മേരി ആൻറ്റോത്താണ്. ഫ്രഞ്ച് വിപ്ലവം നടക്കുന്ന സമയത്ത് ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തിയായിരുന്നു ലൂയി 16. ഫ്രഞ്ച് വിപ്ലവ കാലത്ത് കൊല്ലപ്പെട്ട ഫ്രാൻസിലെ ചക്രവർത്തി ആരായിരുന്നു? അതും ലൂയി 16 ഫ്രാൻസ് ഭരിച്ചിരുന്ന ചക്രവർത്തി ലൂയി 16 ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് ഫ്രാൻസിൽ കൊല്ലപ്പെട്ടതും അദ്ദേഹമാണ്. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ സമയത്ത് കൊല്ലപ്പെട്ട രസതന്ത്രജ്ഞൻ കെമിസ്റ്റ് ആരായിരുന്നു? ലാവോസി ആയിരുന്നു. താഴെ പറയുന്നവയിൽ ഫ്രഞ്ച് വിപ്ലവത്തെ സ്വാധീനിച്ച തത്വചിന്തകൻ. അത് എന്താണ്? അത് ഓപ്ഷൻസ് ആയിട്ട് തരുന്ന ക്വസ്റ്റ്യൻ നമുക്ക് വേണ്ട, അതവർ വേറെ എവിടെ നിന്നോ പകർത്തിയപ്പോൾ തെറ്റു വന്നതാണ്. അടുത്തത്, ദൈവമില്ലെങ്കിൽ നമുക്ക് ദൈവത്തെ ഉണ്ടാക്കേണ്ടി വരുമെന്ന് പറഞ്ഞ ഫ്രഞ്ച് ദാർശനികൻ ആരായിരുന്നു? വോൾട്ടയർ ആണ്. ദൈവമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞത് വോൾട്ടയർ. പുരോഹിതന്മാരെ പരിഹസിച്ച് യുക്തിചിന്തയെ പ്രോത്സാഹിപ്പിച്ച ഫ്രഞ്ച് ദാർശനികനായിരുന്നു വോൾട്ടയർ. അതായത് എന്താണ്? അദ്ദേഹത്തിന് ദൈവത്തിലൊന്നും വിശ്വാസം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ദൈവം ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ദൈവം ഉണ്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞത്. അദ്ദേഹം പുരോഹിതന്മാരെയൊക്കെ പരിഹസിച്ചിരുന്നു. യുക്തിചിന്തനെ, അതായത് നമ്മൾ മറ്റുള്ള മതത്തിൻ്റെയും ഇതിൻ്റെയും ബേസിലല്ല ചിന്തിക്കേണ്ടത്, നമ്മുടെ യുക്തിക്കനുസരിച്ചിട്ട് ചിന്തിക്കണം എന്നൊക്കെയുള്ള ആ ഒരു ചിന്താരീതിയായിരുന്നു ഫ്രഞ്ച് ദാർശനികനായ വോൾട്ടയറിനുണ്ടായിരുന്നത്. മനുഷ്യൻ സ്വതന്ത്രനായി ജനിക്കുന്നു, എന്നാൽ ഇന്നവൻ എല്ലായിടത്തും ചങ്ങലകളിലാണ്. ഈ വാക്കുകൾ ആരുടേതാണ്? റൂസോ പറഞ്ഞതാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പ്രവാചകൻ എന്നറിയപ്പെടുന്നത് റൂസോ തന്നെയാണ്. സോഷ്യൽ കോൺട്രാക്ട്, അതായത് സാമൂഹിക കരാർ എന്ന കൃതിയുടെ കർത്താവായിരുന്നു റൂസോ. നിയന്ത്രിത രാജവാഴ്ചയ്ക്കും ജനാധിപത്യത്തിനും റിപ്പബ്ലിക്കിനും വേണ്ടി ഫ്രാൻസിൽ നിലകൊണ്ട ദാർശനികനായിരുന്നു മോണ്ടെസ്ക്യൂ. ഇതിനൊക്കെയായിരുന്നു നിയന്ത്രിത രാജവാഴ്ച, പിന്നെ ജനാധിപത്യം, റിപ്പബ്ലിക്, ഇതിനൊക്കെ വേണ്ടിയിട്ട് ഫ്രാൻസിൽ നിലകൊണ്ട ദാർശനികനായിരുന്നു മോണ്ടെസ്ക്യൂ. ഭാരിച്ച കടബാധ്യതയിൽ കരകയറുന്നതിനായിട്ട് 1789 ജനപ്രതിനിധി സഭ വിളിച്ചുകൂട്ടിയ ഭരണാധികാരിയായിരുന്നു ലൂയി 16. ഓക്കെ, ജനപ്രതിനിധികളുടെ സഭ വിളിച്ചു കൂട്ടി. എന്തിനു വേണ്ടിയിട്ട്? അദ്ദേഹത്തിന് ഒരുപാട് കടബാധ്യത ഉണ്ടായിരുന്നു. അതിൽ നിന്ന് കരകയറുന്നതിനായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും വേണ്ടിയിട്ട്. ആരായിരുന്നു അത്? ലൂയി 16. ഫ്രഞ്ച് വിപ്ലവത്തിലെ സുപ്രധാന സംഭവമായ മൂന്നാമത്തെ എസ്റ്റേറ്റിലെ അംഗങ്ങൾ ടെന്നീസ് കോർട്ട് പ്രതിജ്ഞ എടുത്ത സംഭവം നടന്നത് 1789 ജൂൺ 20 അതേ ദിവസം തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലെ സുപ്രധാന സംഭവമായ ബാസ്റ്റിൽ ജയിൽ വിപ്ലവകാരികൾ തകർത്തതും ആ ദിവസം തന്നെയാണ്. അതേ ദിവസം തന്നെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിനെ തുടർന്നിട്ട് ഫ്രാൻസിൻ്റെ ദേശീയ അസംബ്ലി മനുഷ്യാവകാശ പ്രഖ്യാപനം പാസ്സാക്കിയതും അതേ ദിവസം തന്നെയാണ്. അങ്ങനെ ഈ 1793 ജൂലൈ തൊട്ട് 1794 ജൂലൈ വരെ ഫ്രാൻസിലെ ഭീകരവാഴ്ച കാലത്ത് ഫ്രഞ്ച് പൊതുസുരക്ഷാ കമ്മിറ്റിയുടെ തലവനായിരുന്നത് റോബസ്പിയർ ആയിരുന്നു. ഓക്കെ, പുതിയതായിട്ട് രൂപീകരിച്ച ഭരണഘടന പ്രകാരം ഫ്രാൻസ് പ്രഖ്യാപിക്കപ്പെട്ടത് 1992 സെപ്റ്റംബറിലാണ്. ഇനി ഫ്രഞ്ച് ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഓക്കെ, ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ, അതായത് ശിശു എന്നറിയപ്പെടുന്നത് നെപ്പോളിയൻ ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട് ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞത് നെപ്പോളിയൻ. ഓക്കെ, അപ്പോൾ ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ പുത്രൻ നെപ്പോളിയനാണ്. ഞാനാണ് വിപ്ലവം എന്ന് പറഞ്ഞതും നെപ്പോളിയനാണ്. എനിക്ക് നല്ല അമ്മമാരെ തരൂ, ഞാൻ നിങ്ങൾക്ക് നല്ല രാഷ്ട്രം തരാമെന്ന് പറഞ്ഞത് നെപ്പോളിയനാണ്. അല്ലേ, നല്ല അമ്മമാർക്കാണ് നല്ല മക്കളെ വളർത്താൻ പറ്റുക. അങ്ങനെ നല്ല മക്കളുണ്ടെന്നുണ്ടെങ്കിൽ ആ രാഷ്ട്രം ഉന്നതിയിലേക്ക് പോകും. അല്ലേ, ഇനി ബുള്ളറ്റിനേക്കാൾ ശക്തിയുണ്ട് ബാലറ്റിന് എന്ന് പറഞ്ഞത് ആരായിരുന്നു? എബ്രഹാം ലിങ്കൺ. അതായത് തോക്കും ഇത് അനീതി, ഇപ്പോൾ തോക്ക് വെച്ച് ആൾക്കാരെ വെടിവെച്ച് പരിക്കേൽപ്പിക്കുകയോ കൊല്ലുകയോ ചെയ്യുന്നതിനേക്കാൾ ബാലറ്റിൽ വന്നിട്ട് വോട്ട് ഇതാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് കൂടുതൽ ശക്തിയാണെന്ന് പറഞ്ഞത് എബ്രഹാം ലിങ്കൺ ആയിരുന്നു. നെപ്പോളിയൻ ഫ്രാൻസിൻ്റെ അധികാരം പിടിച്ചെടുത്തത് 1799 ഇനി അടുത്തത്, താഴെ തന്നിരിക്കുന്നവയിൽ നെപ്പോളിയൻ്റെ ഭരണവുമായി ബന്ധപ്പെടാത്തത് ഏതെന്ന്? സമ്പദ് വ്യവസ്ഥയുടെ തകർച്ച അദ്ദേഹവുമായിട്ട് ബന്ധം ഇല്ലാത്തതാണ്. ഓക്കെ, ഇനി ഫ്രാൻസിൽ നെപ്പോളിയൻ്റെ ഏറ്റവും വലിയ സംഭാവനയായിരുന്നു പൊതുവായിട്ടുള്ളൊരു നിയമപുസ്തകം അദ്ദേഹം ഇറക്കി. ഓക്കെ,
ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ ഓർമ്മയ്ക്കായിട്ട് തൻ്റെ തലസ്ഥാന നഗരിയിൽ സ്വാതന്ത്ര്യത്തിൻ്റെ വൃക്ഷം, അതായത് ട്രീ ഓഫ് ലിബർട്ടി സ്ഥാപിച്ചത് ടിപ്പു സുൽത്താനാണ്. ഫ്രഞ്ച് വിപ്ലവത്തിൽ ആവേശം കൊണ്ട് ടിപ്പു സുൽത്താൻ ഏത് ഫ്രഞ്ച് ക്ലബിലാണ് അംഗമായതെന്ന്? ഫ്രഞ്ച് വിപ്ലവം കണ്ടിട്ട് ആവേശം കൊണ്ടിട്ട് ടിപ്പു സുൽത്താന് ജാക്കോബിയൻ ഫ്രഞ്ച് ക്ലബിലാണ് അംഗമായത്. ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിനുള്ളത് ആരുടെ ആശയങ്ങളാണ് അതിലുള്ളതെന്ന്? റൂസോയുടെ ആശയങ്ങളാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ആശയം ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും തമ്മിൽ ഒരു സാമൂഹികമായ ഉടമ്പടിയുടെ ഫലമായിട്ടാണ് ഭരണകൂടം ഉണ്ടാവുന്നത് എന്ന്. ഭരിക്കുന്നവരും ഭരിക്കപ്പെടുന്നവരും അല്ലേ, സാധാരണ ജനങ്ങളും അവരുടെ ഭരണാധികാരികളും കൂടി തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ട്, അതിൻ്റെ ഫലമായിട്ടാണ് ഒരു ഭരണകൂടം ഉണ്ടാവുന്നത് എന്നാണ് റൂസോ പറഞ്ഞത്. റൂസോയുടെ ആശയങ്ങളിൽ ആകൃഷ്ടനായിട്ടാണ് ഫ്രാൻസിലെ ദേശീയ അസംബ്ലി തയ്യാറാക്കിയ മനുഷ്യാവകാശ പ്രഖ്യാപനത്തിലുള്ളത് ഈ റൂസോൻ്റെ ആശയങ്ങളാണ്. അടുത്തത് ഫ്രഞ്ച് വിപ്ലവത്തിനെ നിശിതമായിട്ട് വിമർശിച്ചു ഒരാൾ. ഇത് റിഫ്ലക്ഷൻസ് ഓൺ ദി റെവല്യൂഷൻ ഇൻ ഫ്രാൻസ് എന്ന കൃതിയിലൂടെ. അതിൻ്റെ കർത്താവ് ആരായിരുന്നു, അതിൻ്റെ ഓതർ ആരായിരുന്നു? എഡ്മണ്ട് ബേർക്ക് ആയിരുന്നു ഫ്രഞ്ച് വിപ്ലവത്തിനെ നിശിതമായിട്ട് വിമർശിച്ചുകൊണ്ട് ഒരു പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിൻ്റെ പേരാണ് റിഫ്ലക്ഷൻസ് ഓൺ ദ റെവല്യൂഷൻ ഇൻ ഫ്രാൻസിലെ റെവല്യൂഷൻ്റെ റിഫ്ലക്ഷൻസ് എന്നുള്ള പേരിൽ അദ്ദേഹം പുസ്തകം എഴുതി. അടുത്തത് ഫ്രഞ്ച് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട് എ ടെയിൽ ഓഫ് ടു സിറ്റീസ്, രണ്ട് സിറ്റീസിൻ്റെ കഥ എന്നുള്ള പേരിൽ ഒരു കൃതി എഴുതിയത് ചാൾസ് ഡിക്കൻസ് ആയിരുന്നു. ഫ്രഞ്ച് വിപ്ലവത്തിനെ പിന്തുണച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ എന്ന ചെറുഗ്രന്ഥം രചിച്ച ഇംഗ്ലീഷുകാരനായിരുന്നു തോമസ് പെയിൻ. ഫ്രഞ്ച് വിപ്ലവത്തിനെ അനുകൂലിച്ചുകൊണ്ട് പിന്തുണയ്ക്കാന്ന് വെച്ചാൽ അനുകൂലിച്ചുകൊണ്ട് മനുഷ്യാവകാശങ്ങൾ എന്നുള്ള ഗ്രന്ഥം എഴുതിയത് തോമസ് പെയിൻ ആയിരുന്നു. ഇനി ലാറ്റിൻ അമേരിക്കയിലെ ഒരു പോർച്ചുഗീസ് കോളനി ആയിരുന്നു ബ്രസീൽ. ഏതായിരുന്നു? ബ്രസീൽ. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ തുടക്കം എവിടെ വെച്ചിട്ടായിരുന്നു? ബ്രസീലിൽ വെച്ചിട്ട് തന്നെയായിരുന്നു. ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുടെ ആദ്യത്തെ നേതാവ് ഫ്രാൻസിസ്കോ മിറാൻഡ ആയിരുന്നു. ലാറ്റിൻ അമേരിക്കയുടെ ലിബറേറ്റർ, അതായത് വിമോചകൻ എന്നറിയപ്പെടുന്നത് സൈമൺ ബൊളീവർ ആയിരുന്നു. ദക്ഷിണ അമേരിക്കയിലെ വാഷിങ്ടൺ എന്നറിയപ്പെടുന്ന വിപ്ലവകാരിയായിരുന്നു സാൻ മാർട്ടിൻ. ലാറ്റിൻ അമേരിക്കയുടെ വിമോചനം രൂപീകരിച്ച വിപ്ലവകാരിയായിരുന്നു സൈമൺ ബൊളീവർ. അടുത്തത് ലാറ്റിൻ അമേരിക്കയുടെ വിമോചന സമരവുമായിട്ട് ബന്ധപ്പെട്ട് ആൻഡീസ് എന്നുള്ളൊരു സൈന്യം ആരംഭിച്ചത് സാൻ മാർട്ടിൻ ആയിരുന്നു. ഈ സാൻ മാർട്ടിൻ തന്നെയാണ് ലാറ്റിൻ അമേരിക്കയുടെ ദക്ഷിണ ഭാഗത്ത് ഒരു കോളനി വിരുദ്ധ വിപ്ലവം നയിച്ചതും ഈ സാൻ മാർട്ടിൻ തന്നെയായിരുന്നു. ഇനി അടുത്തത് പോർച്ചുഗൽ കോളനിയിൽ നിന്ന് സ്വതന്ത്ര രാജ്യമായിട്ട് ബ്രസീൽ മാറിയത് 1822. അതുവരെ പോർച്ചുഗലിൻ്റെ കൂടെയായിരുന്നു. പിന്നീട് അതൊരു സ്വതന്ത്ര രാജ്യമായി മാറി 1822. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ യൂറോപ്യൻ സാമ്രാജ്യ ഇടപെടലുകളിൽ നിന്ന് സംരക്ഷിക്കാനായിട്ട് USA ആവിഷ്കരിച്ച പദ്ധതിയായിരുന്നു മൺട്രോ തീയതി. റഷ്യൻ വിപ്ലവ സമയത്തെ റഷ്യൻ ചക്രവർത്തിമാർ വിളിക്കപ്പെട്ടിരുന്നത് സാർ ചക്രവർത്തിമാർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. റഷ്യയിലത്തെ സാർ ചക്രവർത്തിയുടെ ഭരണത്തിനെ സ്വാധീനിച്ച കപട സന്യാസി ആയിരുന്നു റാസ്പുട്ടിൻ. ഓക്കെ, അപ്പോൾ ഈ ലോകചരിത്രം ഇനിയും ഉണ്ട്. അപ്പോൾ ഇത്രയും ഭാഗം നിങ്ങൾ നല്ലപോലെ പഠിക്കുക. ഞാൻ പിന്നെയും പറയണു, ഓരോ ആഴ്ച കഴിയുന്തോറും നിങ്ങൾ പഠിച്ച ഭാഗങ്ങൾ റിവൈസ് ചെയ്യുക, പരമാവധി ഡാറ്റാസ് കളക്ട് ചെയ്യുക, ഗ്രന്ഥങ്ങൾ ഓതേഴ്സൊക്കെ ഒരു ഭാഗത്ത് എഴുതി വയ്ക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടുതൽ MCQs ഒക്കെ ഇതിൽ നിന്നൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ വരാവുന്നതാണ് അല്ലേ. അപ്പോൾ അത് പരമാവധി ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഓർഡറിൽ പഠിച്ചു വയ്ക്കുന്നതാണ് നല്ലത്, നമുക്ക് ഓർക്കാനായിട്ട്. ഇടയിൽ പഠിക്കുന്നതിനേക്കാൾ കണക്റ്റഡ് ആയിട്ട് പഠിക്കുന്നതാണ് നല്ലത്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. നിങ്ങൾ എത്രയും പെട്ടെന്ന് നല്ലൊരു സർക്കാർ ജോലിയിൽ പ്രവേശിക്കാൻ പറ്റട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു സോ മച്ച്.